ഓരോ മഴക്കാലത്തും മലയാളികൾ കേൾക്കുന്ന പേരാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം സമർപ്പിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ച റിപ്പോർട്ടുകൾ, അദ്ദേഹം നിർദ്ദേശിച്ച പല കാര്യങ്ങൾ, ഇതൊന്നും തന്നെ ഓരോ സർക്കാരും അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ ദുരന്തഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. 2-3 വർഷത്തിൻ്റെ ഇടവേളകളിൽ വലിയ ഭൂമികുലുക്കങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളം കുത്തിയൊലിച്ചെത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന പോലുള്ള ദുരന്തങ്ങൾ, ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മാധവ് ഗാഡ്ഗിലിനെ നമ്മളൊന്ന് വിലയിരുത്തുക? അല്ല, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിലെ ഒരു നാഴികക്കല്ലാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതായത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വിവരം ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കാലം കൊണ്ടുവന്ന് സ്ഥാപിച്ച ഒരു പ്രകാശ ഗോപുരം അല്ലെങ്കിൽ ഒരു ലൈറ്റാണ് മാധവ് ഗാഡ്ഗിൽ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ പരിസ്ഥിതിവാദികളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒന്നും പറ്റിയില്ലെങ്കിൽ കാളനെല്ലായി എന്ന് പറയുന്ന പോലാണ്. കാരണം ഈ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്രണ്ടേഷന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെക്കുന്നതാണ്. അല്ലാതെ പ്രൊഡക്റ്റീവായിട്ടുള്ള ആശയങ്ങളൊന്നും ഏതെങ്കിലും പരിസ്ഥിതിവാദികൾ മുന്നോട്ട് വെച്ചതായിട്ട് കാണുന്നില്ല. ഇന്നൊരു പരിസ്ഥിതിവാദിയുടെ സ്റ്റാറ്റസ് കണ്ടു. നെല്ല് കൃഷി ചെയ്യാൻ ഉള്ളത് മാത്രമല്ല, പാടങ്ങൾ നെല്ല് കൃഷി ചെയ്യാനുള്ളത് മാത്രമല്ല, വെള്ളം കയറി കിടക്കാൻ കൂടിയുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം കാൽപ്പനിക കഥകളും കവിതകളും ഒക്കെ അവർ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. പക്ഷേ ഗാഡ്ഗിൽ പറഞ്ഞതിൻ്റെ അകത്ത് എൻ്റെ ശരിക്കുള്ള അന്തസത്ത എന്ന് പറയുന്നത് മലയാളിയുടെ സ്വാഭാവിക ജീവന രീതി ഉപേക്ഷിച്ചു. അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം വയനാട്ടിലുണ്ടായ ഈ ദുരന്തം, അതായത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ മലയാളികൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിന് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരില്ല. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കാണേണ്ടി വരും. ഗാഡ്ഗിൽ പറഞ്ഞതാണ്. അന്ന് കുറച്ച് പേർ അതിനെ ചെവിക്കൊണ്ട്, കുറച്ച് പേര് ചെവിക്കൊണ്ടില്ല. അന്ന് രാഷ്ട്രീയമായിട്ട് അല്ലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച പലരും അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ദുരന്തഫലം നമ്മൾ അനുഭവിക്കുകയല്ലേ. നമ്മളെ ഇക്കാര്യത്തിൽ ശത്രുപക്ഷത്ത് ആരെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. ഇതൊരു സയൻറ്റിഫിക് റിപ്പോർട്ടാണ്. പിന്നെ ഗാഡ്ഗിൽ പറഞ്ഞത് മറ്റ് സ്വാഭാവികം അല്ലെങ്കിൽ ഒരു സാധാരണ ഭാഷയിൽ നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജലസ്രോതസ്സുകൾ ഭംഗിയായിട്ട് സൂക്ഷിക്കണം, പിന്നെ പ്രകൃതിയെ അതിക്രമിക്കരുത്, കൂടുതലായിട്ട് പ്രകൃതിയെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നമ്മുടെ ബേസിക്കായിട്ട് പറ്റിയിട്ടുള്ള മലയാളിക്ക് പറ്റിയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു വളർന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ കുഴപ്പമുണ്ട്. ആ വിദ്യാഭ്യാസം നമുക്ക് തരുന്ന ഒരു സൂചന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിക്കുക, കീഴടക്കുക എന്നുള്ളൊരു വിദ്യാഭ്യാസ രീതിയാണ്. ഇത് പാശ്ചാത്യത്തിൽ നിന്നും പാശ്ചാത്യ വിദ്യാഭ്യാസം നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കുഴപ്പമാണ്. അത് നമ്മുടെ മനസ്സിൽ ചേറുറച്ചതുപോലെ ഉറച്ചുപോയി. അതുകൊണ്ടാണ് പ്രകൃതിയോടുള്ള ഒരു സമീപനം വളരെ മോശമായ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. കാരണം സ്വാഭാവികമായ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സ്വാഭാവികമായ സൂചനകളോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്ഥിതിയൊന്നും മലയാളിക്കില്ല. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് പലരും ധരിച്ചിരിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ച് മാത്രമുള്ള റിപ്പോർട്ടാണെന്നാണ്. അത് 6 സംസ്ഥാനങ്ങൾക്ക് ബാധകമായിട്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം തയ്യാറാക്കിയത് 2011. അദ്ദേഹം ജിയോളജിസ്റ്റ് ആയിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പോൾ അതിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം ജിയോളജിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിന് ഇതിൻ്റെ അകത്ത് പ്രാധാന്യം വരാൻ കാര്യം എന്ന് പറയുന്നത്, ഈ കേരളം തെക്കേ അറ്റത്ത് ഇങ്ങനെ മുനമ്പായിട്ട് കിടക്കുകയാണ്. അതായത് നമ്മൾ വളരെ നീളമുള്ള ഒരു മുള നീട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീണ്ടിരിക്കുന്ന അറ്റം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ഫ്രജൈലായിരിക്കും. അപ്പോൾ ആ സംഗതിയിൽ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. നമ്മളുടെ മുൻകാല ജീവിത രീതി അനുസരിച്ചിട്ട് അങ്ങനെ ഒരു
അറ്റൻഷൻ കൊടുത്താണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം. എൻ്റെ വീട് റോഡിന് താഴെയായിട്ടുള്ളതാണ്. ആ സമയത്ത് റോഡ് ടാർ ചെയ്ത് പിന്നെയും പിന്നെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെള്ളം സ്വാഭാവികമായിട്ട് നമ്മളുടെ വീടിനുള്ളിലേക്കല്ല, വീട് നിൽക്കുന്ന പുരയിടത്തിലേക്ക് വരും. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഉള്ള കാലത്ത് അത് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് ചാലൊക്കെ കീറി വെക്കും, മഴ വരുന്നതിന് മുമ്പേ തന്നെ. മഴ വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പേ അതിൻ്റെ എന്താണ് വരമ്പുകൾ അല്ലെങ്കിൽ തിട്ടുകളൊക്കെ പിടിച്ച് റെഡിയാക്കി വെച്ചിരിക്കും, ഓവർഫ്ലോ ചെയ്യാനും ഒക്കെ ഉള്ളത്. അതിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു നീർച്ചാലിലേക്കാണ് ഇരിക്കുന്നത്. ഈ പുരയിടത്തിൻ്റെ പലരുടെയും വസ്തുക്കളിൽ നിന്നുള്ള വെള്ളം ആ നീർച്ചാലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നീർച്ചാലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇത് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ നദികൾ അതുപോലെ ജലസ്രോതസ്സുകളൊക്കെ ശുദ്ധമായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വളരെ രസകരമായൊരു സംഗതി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ശാസ്ത്രവാദികൾ ഇതിൻ്റെ കാര്യം എടുക്കുമ്പോൾ അവർ ഇതിൻ്റെ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വരുമ്പോൾ അവർ തർക്കം ഉണ്ടാക്കാനും ആരെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാനും ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ശാസ്ത്രത്തിന് അങ്ങനെ ഒരു ദൂഷ്യമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ കണ്ടത് അമിത്ഷായും പിണറായി വിജയനും കൂടെ ഏറ്റുമുട്ടാൻ അതിന് കാരണമായിട്ടുള്ളത് ഈ സയൻസാണ്. കാരണം സയൻസ് ഇൻഫാലിബിൾ ആണ്, സയൻറ്റിസ്റ്റുകൾ പോപ്പാണെന്നൊക്കെ പറയുന്ന ഒരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട്. അതിനെക്കാട്ടിലും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കണ്ടെത്താവുന്ന അനവധി സൂചനകൾ അത് ജീവിതത്തിനാണ്. അതിനെ എന്താണ് പറയുന്ന ഒരു ഈ അതായത് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം, അല്ലെങ്കിൽ അതിന് പറയുന്നത് എന്താണ് സസ്റ്റൈനബിൾ ലൈഫ്. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ലൈഫ് മലയാളിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഒരു കാര്യം, വളരെ വളരെ ലഘുവായിട്ടുള്ളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു 50-75 വർഷം മുമ്പ് എന്താണ് ചെറിയൊരു കൃഷി ഇടം, അതിൽ നടുക്കോ അടുത്തൊരു വീട്, പശുക്കൾ, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ആ കാലമൊക്കെ മാറിപ്പോയി, നമ്മൾ പുതിയ മേഖലകളിൽ എത്തി. ആ മേഖലകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു സസ്റ്റൈനബിൾ സയൻസോ സസ്റ്റൈനബിൾ ജീവിത രീതിക്ക് ഉതകുന്ന ഒരു ടെക്നോളജിയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല, ശാസ്ത്രവും കണ്ടെത്തിയിട്ടില്ല. അതായത് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളായി നമ്മൾ മാറിയപ്പോൾ നമ്മൾ പ്രകൃതിയെ ഒട്ടും സംരക്ഷിച്ചില്ല. പ്രകൃതിക്ക് വിനാശകരമായ പല പ്രവൃത്തികളും ചെയ്തു. ഇപ്പം തന്നെ ഈ ദുരന്തമുണ്ടായ മേഖലയിൽ അതൊരു കുത്തി ഒലിച്ച് വരുന്ന അല്ലെങ്കിൽ ഇളകി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഭാഗത്ത് പൈലിങ്ങും മറ്റും നടത്തി 2-3 നിലകളുള്ള വലിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നു. അത് ഇന്നല്ലെങ്കിൽ നാളെ പ്രകൃതിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി മഴ പെയ്തപ്പോൾ ആ വെള്ളത്തെ പൂർണ്ണമായും ഭൂമിക്ക് വലിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ മല ഇളകി വരികയാണ്, അല്ലാതെ കുറച്ച് ഭാഗം ഇടിഞ്ഞ് താഴോട്ട് വരികയല്ലോ. ഒരു ഭാഗത്തുനിന്ന് വൃക്ഷങ്ങളും കല്ലും എല്ലാം കൂടെ പതിക്കുകയാണ്, താഴേക്ക് കുത്തി ഒലിച്ചെത്തുകയാണ്. അപ്പോൾ പ്രകൃതി നമ്മളോട് എന്താ പറയുന്നത്, നിങ്ങൾ ചെയ്തതിനുള്ള ഒരു പ്രതികാരം എന്ന നിലയിൽ പ്രവർത്തിക്കുകയല്ലേ ചെയ്തത്. ഇത് പുതിയ തലമുറ എന്താ മനസ്സിലാക്കാത്തത്? അത് പുതിയ തലമുറ അവരെ അങ്ങനെ അതിന് പരിശീലിപ്പിച്ചിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. അത് ഞാൻ ഈ സിലബസ് പരിഷ്കരണത്തിൻ്റെ കാലത്തിലാണ് സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത്. ഹൈസ്കൂളിലെത്തുമ്പോഴേക്കും സിലബസൊക്കെ വളരെ ഭംഗിയായിട്ട് പരിഷ്കരിച്ച് കഴിഞ്ഞിരുന്നു. അതിനുമുമ്പ് പഠിച്ച തലമുറയിലെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ മലയാള പാഠപുസ്തകത്തിൽ കേരളത്തിലെ 41 നദികളെ പറ്റിയുള്ള കവിതകൾ, മലകളെ പറ്റിയുള്ള ഇത്. പക്ഷെ പിന്നീട് ഈ എന്താണ് സയൻസ് എന്ന് പറയുന്ന ഒരു മിത്തിന് അനാവശ്യമായ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മളുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് വിട്ടുപോയി. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായ മേഖലയിൽ ഏതെങ്കിലും വന്യമൃഗം അവിടെ ചത്ത് അതിൻ്റെ മൃതശരീരം ഒഴുകി വന്നതായിട്ട് ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. ഞാനതിങ്ങനെ നോക്കുകയായിരുന്നു. കാരണം 2005 സുനാമിക്ക് ആൻഡമാൻസിലും മലമുകളിലും ഒക്കെ ഉള്ള അതുപോലുള്ള ഏരിയയിലുള്ള എന്താണ് ആദിമ നിവാസികളും പിന്നെ ഇതുപോലുള്ള മൃഗങ്ങളല്ല, ആദിവാസികളും അവിടുത്തെ സ്വാഭാവിക എൻവയോൺമെൻറ്റിലുള്ള മറ്റ് ജീവജാലങ്ങളുമൊക്കെ സുനാമിയെ മുൻകൂട്ടി അറിഞ്ഞ്
രക്ഷപ്പെട്ടു എന്ന ഒരു റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന നമ്മൾ പറയുന്ന ആദിവാസിക്കോ അല്ലെങ്കിൽ വന്യജീവികൾക്കോ ഉള്ളതായ ഒരു ഇൻ്റലിജൻസ് പോലും ആധുനിക വിദ്യാഭ്യാസം നേടിയ മനുഷ്യർക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഈ സർവേ ഈ സസ്റ്റൈനബിൾ ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ അറിവുകൾ ആരുടെയാണെങ്കിൽ ഈ അറിവുകളെ ഒന്നും സയൻസ് അംഗീകരിക്കില്ല. അതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രശ്നം. അത് അന്ധവിശ്വാസമാണെന്ന് പറയും. ഇപ്പം ഇവിടെ എന്താണ് അന്നത്തെ ആ റിപ്പോർട്ടിനെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കഥ പറച്ചിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശാസ്ത്രവാദികൾ എന്ന് പറയുന്ന വിഭാഗം ചെയ്ത പണി എന്ന് പറയുന്നത് അത്തരം റിപ്പോർട്ടുകളെ അപമാനിക്കുക അല്ലെങ്കിൽ അതിനെ ഗൗരവത്തോടു കൂടി കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനിത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അന്ധവിശ്വാസം തന്നെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 മാസത്തിലേറെയായി നമുക്ക് വയനാട് ജില്ലയിലെ ആനശല്യം വളരെ രൂക്ഷമാണെന്ന് പറയുന്നു. സുൽത്താൻ ബത്തേരിയിലൊക്കെ ആനയും പുലിയും കടുവയൊക്കെ ഇറങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിന് ആന എന്തിനിറങ്ങി? അപ്പം ആനത്താരയിൽ റോഡ് പണിതിട്ടാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു സൂചന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന അന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അപകടത്തിന്റെ സാധ്യതകളെ കുറിച്ച് അതിനൊരു 3 മാസം മുമ്പേ എങ്കിലും ഇത്തരം ജീവജാലങ്ങൾക്ക് സന്ദേശങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അത് വേണേൽ പഠിക്കാവുന്ന ഒരു വിഷയമാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമാണ്. ഇവിടെ അതൊന്നും പറയാൻ പാടില്ല. മാധവ് ഗാഡ്ഗിലിന്റെ ഈ റിപ്പോർട്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനിയും വരും ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തും. കാരണം ഇപ്പോൾ ക്വാറിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ, കാരണം ക്വാറിയുടെ പ്രവർത്തനം നിയന്ത്രിക്കണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ രംഗപ്രവേശം ചെയ്യുന്നു. അതുപോലെ തന്നെ പുഴകളും നദികളും ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും അതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ ഗാഡ്ഗിൽ ഇനി വരും ദിവസങ്ങളിൽ നിറയും. തൽക്കാലം നമുക്ക് ആ ദിവസങ്ങളിലേക്ക് വരുമ്പോഴേക്കും ചർച്ച കൂടുതൽ വിപുലമായി നടത്താം. ഇപ്പോൾ തൽക്കാലം നമുക്കിത് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.